മലങ്കര കത്തോലിക്ക മീഡിയയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്നതായ മിസ്തൂസോ എന്ന പരിപാടിയാണിത്. മിസ്തൂസോ എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം വിരുന്ന് എന്നാണ്. അപ്പോൾ വിശുദ്ധ കുർബാന ബലിവിരുന്നാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠനമാണിത്. കേരളത്തിൽ 2 സുറിയാനി പാരമ്പര്യങ്ങളുള്ളതായി നമുക്കറിയാം. ഒന്ന് മലബാർ സുറിയാനി പാരമ്പര്യം, 2 മലങ്കര സുറിയാനി പാരമ്പര്യം. സിറോ മലബാർ റീത്ത് പൗരസ്ത്യ സുറിയാനി റീത്താണ്. എന്നാൽ സിറോ മലങ്കര റീത്ത് പാശ്ചാത്യ സുറിയാനി റീത്താണ്. പാശ്ചാത്യ സുറിയാനി റീത്തിന് അന്ത്യോക്യൻ സുറിയാനി റീത്ത് എന്നും പറയും. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ 24 റീത്തുകളാണ് ഉള്ളത്. അതിൽ ഒരു റീത്താണ് സിറോ മലങ്കര റീത്ത്. ഈ റീത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചും ഈ റീത്തിന്റെ വിശുദ്ധ കുർബാനയെക്കുറിച്ചും ഉള്ള ചില വിചിന്തനങ്ങൾ നമുക്ക് ഇപ്പോൾ നടത്താം. അന്ത്യോക്യൻ സുറിയാനി ആരാധനാക്രമം കേരളത്തിൽ ഉപയോഗത്തിൽ വന്നപ്പോഴാണ് അത് മലങ്കര റീത്തായി പരിണമിച്ചത്. അന്ത്യോക്യൻ സുറിയാനി പാരമ്പര്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ മലങ്കര റീത്തിനെ കുറിച്ച് നമ്മൾക്ക് പൂർണ്ണമായ ഒരു രൂപം മനസ്സിൽ ലഭിക്കുകയുള്ളൂ. അന്ത്യോക്യൻ സുറിയാനി റീത്തിന്റെ ആരംഭം അന്ത്യോക്യൻ പട്ടണത്തിലാണ്. അന്ത്യോക്യൻ സഭയെക്കുറിച്ചും ആ സഭയുടെ ആരംഭത്തെക്കുറിച്ചും പഠിച്ചാൽ മാത്രമേ നമുക്ക് മലങ്കര റീത്തിനെ കുറിച്ച് അറിയുവാൻ കഴിയൂ. യേശുക്രിസ്തുവിന്റെ രക്ഷാകര കർമ്മം പൂർത്തിയായത് ജെറുസലേമിൽ വെച്ചാണ്. ജെറുസലേമിൽ നിന്നുമാണ് ശ്ലീഹന്മാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും സുവിശേഷം അറിയിക്കുവാനായി പോയത്. അക്കാലത്ത് അന്ത്യോക്യൻ പട്ടണം റോമാ സാമ്രാജ്യത്തിന്റെ 3ാമത്തെ പ്രധാന പട്ടണമായിരുന്നു. ജെറുസലേമിൽ നിന്നുമാണ് ശ്ലീഹന്മാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും സുവിശേഷം അറിയിക്കുവാനായി പോയത്. ശ്ലീഹന്മാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും സഭകളെ സ്ഥാപിച്ചു. ലോകത്തിലെ എല്ലാ സഭകളും ജെറുസലേമിനെ കണ്ടിരുന്നത് മാതൃസഭയായിട്ടാണ്. അതിനാൽ ജെറുസലേമിലെ സഭയിലാണ് ആദ്യമായി ആരാധനാക്രമം ഉടലെടുക്കുന്നത്. ജെറുസലേം സഭയുടെ പ്രഥമ അധ്യക്ഷൻ നമ്മുടെ കർത്താവിന്റെ സഹോദരനായിരുന്ന യാക്കോബ് ശ്ലീഹ ആയിരുന്നു. യാക്കോബ് ശ്ലീഹ മറ്റ് 12 ശ്ലീഹന്മാരിൽ നിന്നും വിഭിന്നനായിരുന്നു. നടപടി പുസ്തകത്തിൽ ജെറുസലേം സുനൂദോസ് നടന്നപ്പോൾ ആ സുനൂദോസിൽ സംബന്ധിച്ചതായ വിശുദ്ധ ശ്ലീഹയാണ് യാക്കോബ് ശ്ലീഹ. AD 50 ജെറുസലേമിൽ നടന്ന സുനൂദോസിൽ വെച്ച് യാക്കോബ് ശ്ലീഹായും അതിൽ സംബന്ധിച്ചിരുന്നു. ഈ യാക്കോബ് ശ്ലീഹായുടെ പേരിലാണ് ജെറുസലേമിൽ ആദ്യമായി ഒരു ആരാധനാക്രമം തുടങ്ങുന്നത്. ഈ ആരാധനാക്രമത്തിന്റെ ആദ്യ രൂപം അറമായ ഭാഷയിലായിരുന്നു. AD 70 ജെറുസലേം നഗരം നശിപ്പിക്കപ്പെട്ടപ്പോൾ യഹൂദ എല്ലാവരും തന്നെ ജെറുസലേമിൽ നിന്നും പലായനം ചെയ്തു. അക്കൂട്ടത്തിൽ യഹൂദ ക്രൈസ്തവരും ജെറുസലേം വിടേണ്ടതായി വന്നു. അവർ പിന്നീട് അഭയം തേടിയത് അന്ത്യോക്യൻ പട്ടണത്തിലായിരുന്നു. സിറിയൻ പ്രവിശ്യയുടെ തലസ്ഥാനം കൂടിയായിരുന്നു അന്ത്യോക്യൻ പട്ടണം. അങ്ങനെ അന്ത്യോക്യൻ പട്ടണത്തിൽ യഹൂദ ക്രൈസ്തവരും വിജാതീയ ക്രൈസ്തവരും ഒന്നിച്ചു ചേർന്ന സഭയായിരുന്നു ഉണ്ടായിരുന്നത്. ക്രിസ്തു വിശ്വാസികൾ എല്ലാവരും അന്ത്യോക്യൻ പട്ടണത്തിൽ വെച്ചാണല്ലോ ക്രിസ്ത്യാനികൾ എന്ന പേര് ആദ്യം സ്വീകരിക്കുന്നത്. വിശ്വാസം വേരൂന്നി വളരുവാനായിട്ടുള്ള എല്ലാ സാംസ്കാരിക പശ്ചാത്തലവും അന്ന്
ഈ പട്ടണത്തിന് ഉണ്ടായിരുന്നു. പത്രോസ്ലീഹ 7 വർഷക്കാലം ഈ പട്ടണത്തിൽ ശുശ്രൂഷ ചെയ്തു. പിന്നീടാണ് അദ്ദേഹം റോമിലേക്ക് പോയത്. വിശുദ്ധ പത്രോസ്ലീഹായുടെ പിൻഗാമി എവോദിയോസ് ആയിരുന്നു അന്ത്യോക്യൻ സഭയെ പിന്നീട് ഭരിച്ചത്. തുടർന്ന് അന്ത്യോക്യൻ സഭയെ ഭരിച്ചത് പ്രശസ്തനായ അഗ്നി നാവുകാരൻ ഇഗ്നാത്തിയോസ് ആയിരുന്നു. അദ്ദേഹമാണ് ആദ്യമായി പരിശുദ്ധ സഭയെ കത്തോലിക്ക സഭ എന്ന് വിളിച്ചത്. അന്ത്യോക്യൻ സഭയിൽ ജെറുസലേം സഭയിൽ നിന്നും പറിച്ചു നടപ്പെട്ടതായിട്ടുള്ള ആദ്യ ആരാധനാക്രമത്തിന്റെ രൂപം കൂടുതൽ തഴച്ചു വളരുവാനായി ഇടയായത് അവിടെ നിലനിന്നിരുന്ന ദൈവശാസ്ത്ര പാഠശാല ആയിരുന്നു. വേദപണ്ഡിതരായിരുന്ന ലൂസിയാൻ, ദിയോഡോർ, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം മുതലായവരെല്ലാവരും ഈ പാഠശാലയിൽ ഉണ്ടായിരുന്നവരായിരുന്നു. ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടലിന്റെ തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിരുന്നു ഈ അന്ത്യോക്യൻ പാഠശാല. ഈ പാഠശാല ചരിത്രത്തിൽ അവതീർണനായ നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൽ ഊന്നി ആയിരുന്നു പഠനം നടത്തിയിരുന്നത്. പരിശുദ്ധ അന്ത്യോക്യൻ സഭ വിശുദ്ധ ഇഗ്നാത്തിയോസിനെ പോലെ ധാരാളം രക്തസാക്ഷികളാൽ ധന്യമായ സഭയായിരുന്നു. AD 330 റോമൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ തൻ്റെ ആസ്ഥാനം പൗരസ്ത്യ ദേശത്തെ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മാറ്റി. അങ്ങനെ കോൺസ്റ്റാന്റിനോപ്പിൾ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ, അതായത് ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായി മാറി. ഈ സാമ്രാജ്യം ഏതാണ്ട് 1000-ൽ പരം വർഷങ്ങൾ നീണ്ടുനിന്ന ക്രൈസ്തവ സാമ്രാജ്യമായിരുന്നു. ഈ ബൈസന്റൈൻ സാമ്രാജ്യത്തിലെ പട്ടണങ്ങളിലെല്ലാം ഗ്രീക്ക് ഭാഷയും ഗ്രീക്ക് സംസ്കാരമായ യവന സംസ്കാരം, അതായത് ഹെലനിസ്റ്റിക് സംസ്കാരവും നിലനിന്നിരുന്നു. അന്ത്യോക്യൻ പട്ടണവും ഇതിന് അപവാദമായിരുന്നില്ല. ജെറുസലേം പട്ടണത്തിൽ നിന്നും അന്ത്യോക്യൻ പട്ടണത്തിലേക്ക് കൊണ്ടുവന്നതായ യാക്കോബിൻ്റെ ആരാധനാക്രമം അവിടെയുള്ള ഗ്രീക്ക് ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും സ്വാധീനത്തിൽ കൂടുതൽ വളർന്ന് കൂടുതൽ ഫലം പ്രാപിച്ചു. ഇങ്ങനെ ഇരിക്കുകയാണ് 5-ാം നൂറ്റാണ്ടിൽ സഭയിൽ 4ാമത്തെ പൊതു സൂനോദോസായ കൽക്കദോനിയ സൂനോദോസ് നടക്കുന്നത്. AD 451 നടന്ന ഈ സൂനോദോസിൽ വെച്ച് ഏകസ്വഭാവ വാദത്തെ പാഷണ്ഡതയായി സഭ പ്രഖ്യാപിച്ചു. ഏകസ്വഭാവവാദം എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലെ ദൈവ സ്വഭാവത്തിൽ അവൻ്റെ മനുഷ്യ സ്വഭാവം അലിഞ്ഞ് ഇല്ലാതെയായി പിന്നെ ഒരു സ്വഭാവം മാത്രമേ ഉള്ളൂ, അതാണ് ദൈവ സ്വഭാവം. എന്നാൽ പരിശുദ്ധ സഭ സിനോദോസിലെടുത്ത തീരുമാനം യേശുക്രിസ്തു എന്ന വ്യക്തിയിൽ 2 സ്വഭാവങ്ങളും അതിൻ്റെ പൂർണ്ണതയിലുണ്ട്, ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും. അന്ത്യോക്യൻ സഭയിൽ ഈ ഏകസ്വഭാവവാദികളായ കുറച്ചു പേർ വിഘടിച്ച് നിൽക്കുവാനായിട്ട് ഇടയായി. അവരിൽ ഭൂരിപക്ഷവും പട്ടണത്തിന് വെളിയിലുള്ള ഗ്രാമപ്രദേശങ്ങളിലാണ് താമസിച്ചിരുന്നത്. സുറിയാനിക്കാരായിരുന്ന അവരെ നയിച്ചിരുന്നത് അവിടെയുള്ള ആശ്രമങ്ങളിലെ സന്യാസിമാരായിരുന്നു. എന്നാൽ അന്ത്യോക്യൻ പട്ടണങ്ങളിലുള്ള വിശ്വാസികൾ എല്ലാവരും തന്നെ കൽക്കദോനിയ വിശ്വാസം ഏറ്റു പറഞ്ഞവരും ആയിരുന്നു. 6-ാം നൂറ്റാണ്ടിൽ പോലും ഈ ഏകസ്വഭാവവാദികൾ തങ്ങളുടെ തെറ്റുകൾ തിരുത്തി സഭയിലേക്ക് തിരിച്ചു വരുവാൻ തയ്യാറായില്ല. അവർ പല ഗ്രൂപ്പുകളായി അന്നും നിലനിന്നിരുന്നു. 6-ാം നൂറ്റാണ്ടിൽ പോലും ഈ ഏകസ്വഭാവവാദികൾ തങ്ങളുടെ തെറ്റുകൾ തിരുത്തി സഭയിലേക്ക് തിരിച്ചു വരുവാൻ തയ്യാറായില്ല. അവർ പല ഗ്രൂപ്പുകളായി അന്നും നിലനിന്നിരുന്നു. പല ഗ്രൂപ്പുകളായി ചിന്നിച്ചിതറി നിന്നിരുന്ന ഏകസ്വഭാവവാദികളെ സിറിയൻ പ്രോവിൻസിൽ ഒന്നിപ്പിക്കുവാനായിട്ട് മുൻപോട്ട് വന്ന ഒരു വ്യക്തിയായിരുന്നു യാക്കോബ് ബ്രദായ. സന്യാസിയായിരുന്ന അദ്ദേഹം പിന്നീട് മെത്രാൻ പട്ടം സ്വീകരിച്ചു. അദ്ദേഹം ഏതാണ്ട് 30ഓളം
പേർക്ക് മെത്രാൻ പട്ടം നൽകുകയും ചെയ്തു. താൻ പട്ടം നൽകിയ ഏകസ്വഭാവവാദികളായ മെത്രാന്മാരുടെ ഇടയിൽ നിന്നും തെല്ലായിലെ സെർജിയൂസ് എന്ന് പറയുന്ന മെത്രാനെ പാത്രികീസ് ആക്കി അവരോധിച്ചുകൊണ്ട് ഒരു പുതിയ സഭ അദ്ദേഹം സ്ഥാപിച്ചു. ആ സഭ പിന്നീട് അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെട്ടത്, അതായത് യാക്കോബായ സഭ. എന്നാൽ ഇന്ന് ഈ സഭ അറിയപ്പെടുന്നത് സിറിയൻ ഓർത്തഡോക്സ് സഭ എന്നാണ്. എന്നാൽ ഈ സഭ ഇന്ന് ഏകസ്വഭാവവാദത്തിൽ വിശ്വസിക്കുന്നില്ല. കാലക്രമത്തിൽ യാക്കോബായ സഭ ഗ്രീക്കിൽ ആയിരുന്ന അന്ത്യോക്യൻ സുറിയാനി ആരാധനാക്രമം സെമറ്റിക് സുറിയാനി ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്ത് ഉപയോഗിക്കുവാൻ തുടങ്ങി. നൂറ്റാണ്ടുകളിലൂടെ യാക്കോബായ സഭ ഈ അന്ത്യോക്യൻ സുറിയാനി ആരാധനാക്രമത്തെ കൂടുതൽ വളർത്തുകയും സമ്പുഷ്ടമാക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ പുത്തൻകൂർ സുറിയാനി വിഭാഗം 17-ാം നൂറ്റാണ്ടിൽ യാക്കോബായ സഭയുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ ആരാധനാക്രമം തങ്ങളുടെ ആരാധനാക്രമമായി സ്വീകരിക്കുവാൻ ഇടയായി. അങ്ങനെ അന്ത്യോക്യൻ സുറിയാനി ആരാധനാക്രമം കേരളത്തിൽ ഉപയോഗത്തിൽ വരുവാൻ ഇടയായി. 1876 മുളന്തുരുത്തി സൂനോദോസിൽ വെച്ച് പുത്തൻകൂർ വിഭാഗം പൂർണ്ണമായും യാക്കോബായ സഭയുടെ ഭാഗമായപ്പോൾ ഈ അന്ത്യോക്യൻ സുറിയാനി ആരാധനാക്രമം കൂടുതൽ കേരളത്തിലേക്ക് സാംശീകരിക്കപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിൽ ക്നാനായ സമുദായത്തിൽ കത്തോലിക്ക സഭയിലേക്ക് യാക്കോബായ സഹോദരങ്ങൾ പുനരൈക്യപ്പെടുവാൻ താല്പര്യം എടുത്തപ്പോൾ അവർ ആവശ്യപ്പെട്ട ഒരു കാര്യം, തങ്ങൾ പുനരൈക്യപ്പെടുമ്പോൾ തങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അന്ത്യോക്യൻ സുറിയാനി ആരാധനാക്രമം കത്തോലിക്ക സഭയിൽ തങ്ങൾക്ക് തുടർന്നു കൊണ്ടുപോകുവാനായിട്ട് സാധിക്കണം എന്നുള്ളതായിരുന്നു. അന്നത്തെ കോട്ടയം മെത്രാനായിരുന്ന അഭിമന്യ ചൂളപ്പറമ്പിൽ പിതാവിൻ്റെ വലിയ ശ്രമഫലമായി 1920 നവംബർ 18-ാം തീയതി കേരളത്തിലെ 4 മലബാർ മെത്രാന്മാർ അപ്പസ്തോലിക് ഡെലിഗേറ്റിന്റെ അധ്യക്ഷതയിൽ ചങ്ങനാശ്ശേരിയിൽ പുനരൈക്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനായി ആലോചന കൂടി. പ്രസ്തുത സമ്മേളനത്തിന്റെ മുഖ്യ വിഷയം യാക്കോബായ സഭയിൽ നിന്നും പുനരൈക്യപ്പെടുന്ന വൈദികർക്ക് അവരുടെ സ്വന്തം ആരാധനാക്രമമായ അന്ത്യോക്യൻ സുറിയാനി ആരാധനാക്രമം പുനരൈക്യപ്പെട്ട ശേഷം കത്തോലിക്ക സഭയിൽ അനുവദിച്ച് കിട്ടണം എന്നുള്ളതായിരുന്നു. ഡെലിഗേറ്റ് അപ്പസ്തോലിക്ക ഈ സമ്മേളനത്തിന്റെ തീരുമാനം റോമിൽ സമർപ്പിച്ചു. അടുത്ത വർഷം 1921 ജൂലൈ 5-ാം തീയതി റോമിൽ നിന്നും അന്ത്യോക്യൻ സുറിയാനി ആരാധനാക്രമം കേരളത്തിലെ പുനരൈക്യപ്പെടുന്നവർക്കായി അനുവദിക്കപ്പെട്ടു. മലങ്കര റീത്ത് അനുവദിക്കപ്പെട്ടപ്പോൾ യാക്കോബായ ക്നാനായ സമുദായത്തിലെ പല വൈദികരും അൽമായരും പുനരൈക്യപ്പെടുവാനായി മുൻപോട്ട് വന്നു. അങ്ങനെ പല ഇടവകകളും മലങ്കര ഇടവകകളായി കോട്ടയം അതിരൂപതയിൽ സ്ഥാപിതമായി. തിരുവല്ല അതിരൂപതയിലെ ജിബിൻ നൈനാനച്ചൻ ഈ പരിപാടികളിലൂടെ ലോകത്തെ പൗരാണികമായ മലങ്കര ആരാധനാക്രമത്തിൻ്റെ കൂടുതൽ അർത്ഥതലങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ക്ലാസ്സുകൾ ആസ്വദിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയെ ഒരു പടി കൂടി സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.